സ്റ്റേജിലേക്ക് സമാധാനമില്ലാതെ വഴിമാറി കൊടുക്കണം. അപവാദ പ്രചരണങ്ങൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയുമായ പുറത്തു നിന്നുള്ള സഹപ്രവർത്തന വേദിയിലേക്ക് ഇവിടെ നേതാക്കളെ ഈ പൊതുസമ്മേളനത്തിൽ സഖാക്കളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളും. പ്രഖ്യാപനം നാം നടത്തിയപ്പോൾ ലോകം അത്ഭുതത്തോടെയാണത് കേട്ടത്. കാരണം ലോകരാഷ്ട്രങ്ങളിൽ അപൂർവം രാഷ്ട്രങ്ങൾ മാത്രമേ ഈ അതിദാരിദ്ര്യമുക്ത പദവി നേടിയിട്ടുള്ളൂ. അപ്പം എങ്ങനെയാണ് കേരളത്തിൽ BJP-യിൽ നിന്നൊരു വ്യത്യാസമില്ല. പാവപ്പെട്ടവരെ പാപ്പരീകരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും BJP-യും. അതുകൊണ്ടാണ് 64,006 കുടുംബങ്ങൾ അതിദരിദ്രാവസ്ഥയിലുണ്ട് എന്ന് കേട്ടപ്പോൾ അവരെ ആ അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചുകൂടെ എന്ന് LDF ചിന്തിക്കാനിടയായത്. അതിൻ്റെ ഭാഗമായാണ് സർക്കാർ നടപടികൾ സ്വീകരിച്ചത്. നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമാണ്. രാജ്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ അവസാനത്തെ ഭാഗത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ പേര്, ദാരിദ്ര്യത്തിൻ്റെ ഭാഗമായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് രാജ്യങ്ങളുണ്ട്. അങ്ങനെ ഒരു രാജ്യത്ത് കേരളം പോലൊരു സംസ്ഥാനത്തിന് എങ്ങനെ അതിദാരിദ്ര്യമുക്തമാകാനായി? ഇവിടെയാണ് LDF-ന്റെ പ്രസക്തി വരുന്നത്. ഇത് LDF അല്ലെങ്കിൽ സാധിക്കുമായിരുന്നു. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രരുണ്ടാകാൻ കാരണം ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് കോട്ടുമറയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ആശുപത്രി ഉൾപ്പെടെയുള്ള പോലെ പരിചരണ ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി. കേരളത്തിനകത്ത് എല്ലാ മേഖലയും